ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനുള്ള നിലപാടിന് പിന്നിലെ രാഷ്ട്രീയ പ്രചോദനം എന്താണ്? US ജനത എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അഡ്മിനിസ്ട്രേഷന്റെ പോളിസികൾ ആ പ്രൊജക്ട് 25 ഓരോ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുക എന്നുള്ളതിൽ അധിഷ്ഠിതമായ ഒരു പോളിസിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഏകദേശം 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് സോ ഫാർ ഇതുവരെ സൈൻ ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ 8 മാസം കൊണ്ടിട്ട്. അതൊരു റെക്കോർഡ് ലെവലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വർഷം മുമ്പ് 2015-ലും 2016-ലും ഒക്കെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് നിശ്ചിതമായി വിമർശിച്ച പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഒരു പൊസിഷനിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് എന്നൂടെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ. എന്നാൽ ഇപ്പം ഇത് എങ്ങനെയാണ് ഒരു നിയമമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ റിയലി ഒരു റിസ്ക് ആയിട്ട് വരികയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെനറ്റിലും കോൺഗ്രസിലും ഒക്കെ ഭൂരിപക്ഷത്തിൽ പാസ്സായി വൈറ്റ് ഹൗസ് സൈൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇപ്പോൾ ഉള്ള ഒരു വോട്ടെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ പ്രതിപക്ഷം എല്ലാം ഒറ്റക്കെട്ടാക്കി നിൽക്കുന്നു, ഭരണപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. നേരത്തെ അമേരിക്കയിൽ അങ്ങനെ അല്ലായിരുന്നു. രണ്ടുപേരുടെ ഒരു കോൺസെഷൻ ഉണ്ടായിട്ട് ഒരു 60%, 65% ആൾക്കാർ ഇരുപക്ഷയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ജോയിന്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, ഒരു 3-4 വർഷമായിട്ട് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പാർട്ടി ബേസ്ഡ് അല്ല, പാർട്ടി ലൈൻഡ് വോട്ടിംഗ് ആണ് നടക്കുന്നത്.